ഓം നമ ശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 ജൂലൈ മാസം 16-ാം തീയതി 1199 കർക്കിടക മാസം 1-ാം തീയതിയായി വരുന്നു. കർക്കിടക മാസത്തെ നമ്മൾ രാമായണ മാസമായി ആചരിക്കുന്നു. രാമായണ മാസം എന്നാൽ രാമൻ നമ്മുടെ ഗ്രഹങ്ങളിലേക്ക് ആഗതനാകുന്ന മാസം ആകണം. രാമൻ എന്നാൽ ഐശ്വര്യമെന്ന് കരുതാം. നമ്മുടെ ഗ്രഹത്തിലേക്ക് ഐശ്വര്യത്തെ വരുത്തുന്നതിന് നമുക്ക് ചില പ്രാഥമികമായ തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. ഒന്നാമതായി ചെയ്യേണ്ടത് നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുക എന്നതാണ്. കളകൾ നീക്കം ചെയ്യുക, ചപ്പുചവറുകൾ അടിച്ചുവാരി മുറ്റവും മറ്റും വൃത്തിയാക്കുക. വീടിനുള്ളിലും വീടിന് പുറത്തായും മറ്റും കാണുന്ന മാറാലകളും മറ്റും തൂത്തുകളഞ്ഞ് അടിച്ചുവാരി വൃത്തിയാക്കി എടുക്കുക. തുളസിത്തറയിലെ കളകൾ നീക്കം ചെയ്ത് ഉണങ്ങിയ കൊമ്പുകൾ ഉണ്ടെങ്കിൽ അത് മുറിച്ച് കളഞ്ഞ് ചെടിയെ വൃത്തിയാക്കി ഒരുക്കി എടുക്കണം. അതല്ല, ചെടി പൂർണ്ണമായും ഉണങ്ങി പോയിട്ടുണ്ടെങ്കിൽ അവയെ മാറ്റി പുതിയ ചെടികൾ നടുകയും ചെയ്യാം. അടുത്തതായി വീടിൻ്റെ പൂജാമുറി വൃത്തിയാക്കാം. ദേവീദേവന്മാരുടെ ഫോട്ടോകളും മറ്റും തുടച്ച് വൃത്തിയാക്കി എടുക്കണം. ചില്ലുകൾ പൊട്ടിയ ചില്ലുകൾ മാറ്റിയിടുക. പഴകി കീറിപ്പോയ ചിത്രങ്ങളും മറ്റും മാറ്റി പുതിയ ചിത്രങ്ങൾ സ്ഥാപിക്കുക. ഒന്നിലധികം നിലവിളക്കുകളും മറ്റും ഉള്ള വീടുകളിൽ സ്ഥിരമായി ഉപയോഗിക്കുന്നത് ഒഴികെ ബാക്കിയുള്ള നിലവിളക്കുകളും മറ്റും വൃത്തികേടായി ഇരിക്കുന്നതൊക്കെ തേച്ച് തുടച്ച് വൃത്തിയാക്കി എടുക്കുക തുടങ്ങിയ പൂജാമുറിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കി ഭംഗിയാക്കി മാറ്റുക. രണ്ടാമതായി പ്രാധാന്യമുള്ളത് അടുക്കളയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കുക എന്നതാണ്. ധാന്യങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്ന പാത്രങ്ങൾ തുടങ്ങിയവ, പ്രത്യേകിച്ച് അരി ഇട്ട് വയ്ക്കുന്ന പാത്രം നന്നായി കഴുകി തുടച്ച് ഉണക്കിയെടുത്ത് അല്പം മഞ്ഞളും കുങ്കുമവും ചാലിച്ച് ഈശ്വര വിചാരത്തോടുകൂടി ഒരു തിലകം ചാർത്തി വയ്ക്കാം. അലമാരകളിലും മറ്റും ഉപയോഗശൂന്യമായി കിടക്കുന്ന ധാരാളം വസ്തുക്കൾ ഉണ്ടാകും. അവയൊക്കെ എടുത്തു മാറ്റി വൃത്തിയാക്കി എടുക്കണം. ഫ്രിഡ്ജിലും മറ്റും സൂക്ഷിച്ചിട്ടുള്ള പഴകിയ ആഹാര സാധനങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്നവ 1-ാം തീയതിക്ക് മുമ്പ് ഉപയോഗിച്ച് തീർക്കുകയും അല്ലാത്തവ എടുത്ത് മാറ്റുകയും ചെയ്യുക. അടുത്തതായി വീടിൻ്റെ മറ്റ് മുറികളും മറ്റും വൃത്തിയാക്കുക എന്നതാണ്. ചലനം നിലച്ചു നിൽക്കുന്ന ക്ലോക്കുകൾ, അതിൻ്റെ കേടുപാടുകൾ നീക്കിയെടുക്കുവാൻ കഴിയുന്നവ അങ്ങനെ മാറ്റിയെടുക്കുകയും അല്ലാത്തവ മുറികളിൽ നിന്നും മറ്റും മാറ്റിക്കളയുകയും വേണം. ചലനം നിലച്ച ക്ലോക്കുകൾ വീടിനുള്ളിൽ നിൽക്കുന്നത് അശുഭകരമായ ലക്ഷണങ്ങളാണ്. മുൻ വർഷങ്ങളിലെ മാറാതെ കിടക്കുന്ന പഴയ കലണ്ടറുകളും മറ്റും എടുത്ത് മാറ്റുകയും വേണം. അടുത്തത്, വീട്ടിലുള്ള കട്ടിലുകളുടെയും മറ്റും അടിഭാഗം മാറാലകളും മറ്റും പിടിച്ച് വൃത്തികേടായി കിടക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗമെല്ലാം തൂത്തുവാരി വൃത്തിയാക്കിയെടുക്കണം. വീടിൻ്റെ തെക്കു പടിഞ്ഞാറേ മൂല, അതായത് കന്നിമൂല, ഈ സ്ഥാനത്തിന് വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ മുറിയിലെ അലമാരകളിലാണ് സാധാരണയായി വീട്, വസ്തു എന്നിവയെ സംബന്ധിച്ച പ്രധാന രേഖകൾ, പ്രമാണങ്ങൾ തുടങ്ങിയവയും ധനവും മറ്റും സൂക്ഷിക്കേണ്ട ഇടം.
ഈ അലമാരകളിൽ കീറത്തുണികളും അതുപോലെ ഐശ്വര്യത്തിന് നിരക്കാത്തതൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. ഇങ്ങനെ വീടിൻ്റെ സർവ്വ ഭാഗങ്ങളും തൂത്തുവാരി വൃത്തിയാക്കിയെടുത്ത് പ്രധാന വാതിലിൻ്റെ കട്ടിളയിലും വാതിൽ പാളികളിലും ചന്ദനമോ കളഭമോ ഉപയോഗിച്ച് കുറി തൊടുവിച്ച് നമുക്ക് കർക്കിടക മാസത്തെ, അതായത് രാമായണ മാസത്തെ വരവേൽക്കാം. 1-ാം തീയതി മുതൽ രാമായണം വായിച്ചു തുടങ്ങാം. അങ്ങനെ രാമനെയും ഐശ്വര്യ ലക്ഷ്മിയെയും നമ്മുടെ വീടുകളിലേക്ക് നമുക്ക് വരുത്താം. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അത് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.